മന്ത്ര ടെക്കിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാൻവയുടെ 3ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നിരിക്കുന്നത്. അതിന് മുന്നേ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫീഡ് പറയുക. അപ്പോൾ ഇന്ന് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് നമ്മുടെ ക്യാൻവ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വരിക. ഇന്ന് നമുക്ക് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ക്യാൻവ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പോകുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇവിടെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ താഴെ ഹോം ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്, ടെംപ്ലേറ്റ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് താഴെ കാണാമല്ലേ, ഒരു പ്ലസ് ബട്ടണൊക്കെ ഞെക്കിയിട്ട് ഈ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ റൺ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഈ ആ പ്ലസ് ബട്ടണിൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇനി നമുക്കൊരു ഡിസൈൻ പോസ്റ്റർ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റിന് വേണ്ടി നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ, ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റഗ്രാം പോസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്ക്വയർ പോസ്റ്റ് എടുക്കാം. അതാകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം സ്ക്വയർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓണോ വിഷുവോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. അപ്പം നമുക്ക് ഡിസൈൻസിലേക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു സാധാരണ ഇപ്പം നിങ്ങൾ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് കാണുന്നതൊക്കെ പെയ്ഡ് വേർഷനിൽ വരുന്നത്, അതായത് പ്രീമിയം വേർഷനിൽ വരുന്നതാണ് കേട്ടോ. കുറേ തൊപ്പിയൊക്കെ കണ്ടോ. അപ്പം അതാണ് പ്രീമിയം വേർഷനിൽ വരുന്നത്. അതായത് നമ്മുടെ ഞാൻ 4 പ്ലാൻ പറഞ്ഞിരുന്നു അല്ലേ, ക്യാൻവ പ്രോ, ക്യാൻവ പ്രീമിയം, ക്യാൻവ ടീംസ്, ക്യാൻവ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആളുകൾ ക്യാൻവ എഡ്യൂക്കേഷൻ പർച്ചേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അവരവരുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആ ടീമിലേക്ക് എന്ത് ചെയ്യും, ഈ എഡ്യൂക്കേഷൻ നമുക്ക് ഫ്രീലാൻസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അതായത് നമുക്ക് ഫ്രീലാൻസായിട്ട് നമുക്ക് ക്യാൻവ മാർക്കറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്യാൻവ എഡ്യൂക്കേഷൻ വേർഷൻ. അപ്പം കൂടുതൽ ആളുകൾ അങ്ങനെയുള്ളത് പർച്ചേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ വർക്ക് ഫ്രം ഹോമെന്നോ അല്ല വർക്ക് ഫ്രം ഹോം നമുക്ക് കൊടുത്താൽ അതിൻ്റെ ബേസിലുള്ള ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഒരു ഫ്രീ വേർഷനിൽ നിന്നിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഫ്രീ വേർഷൻ്റെ ഒരു ടെംപ്ലേറ്റ്സ്, ഫ്രീ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തൊപ്പി ഉണ്ടാവില്ല. അപ്പം തൊപ്പി ഇല്ലാത്തൊരു ഫ്രീ വേർഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഞാനിതാണ് നമ്മളൊരു ഫ്രീ വേർഷൻ്റേത് ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തപ്പോൾ കണ്ടോ, റീപ്ലേസ് കാണിക്കുന്നുണ്ട്, കളർ കാണിക്കുന്നുണ്ട്, താഴെയാണ് ഫോണ്ട് താഴെ ആനിമേറ്റഡ്, ലെയേഴ്സ്, മോർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. കമൻസ്, ആഡ് പേജ്, നോട്ട്സ്, എക്സ്പാൻഡ്, വൈറ്റ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഏതെങ്കിലും ലെറ്റേഴ്സിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ള ലെറ്ററിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ, എഡിറ്റ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, ടെക്സ്റ്റ് സ്റ്റൈലുണ്ട്, പിന്നെന്താ ഫോണ്ട് സൈസ് ഉണ്ട്, കളറുണ്ട്, ഫോർമാറ്റ് ഉണ്ട്, സ്പാക്ഷിങ് ഉണ്ട്, എഫക്റ്റ് കൊടുക്കാനുണ്ട്, ആനിമേറ്റ് ഉണ്ട്, ട്രാൻസ്പെറൻ്റ് ഉണ്ട്, ലെയേഴ്സ് ഉണ്ട്, പൊസിഷൻ ഉണ്ട്, നഡ്ജ് ഉണ്ട്, അങ്ങനെ മോർ ഓപ്ഷൻസ് ഇഷ്ടംപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതായത് കോപ്പി എടുക്കാം, കോപ്പി സ്റ്റൈൽ എടുക്കാം, പേസ്റ്റ് എടുക്കാം, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ്, അതുപോലെ തന്നെ ലിങ്ക്, ലോക്ക് പൊസിഷനുള്ളിൽ, ഷോ ടൈമിങ്, പിന്നെ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ്, അങ്ങനെ ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വന്നാൽ നമുക്ക് ടെക്സ്റ്റ് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റിലാണല്ലോ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഫോണ്ട് സൈസ് വേണമെങ്കിൽ ഇതുണ്ടോ, ഇവിടെ ഈ ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. അപ്പം ഫോണ്ട് സൈസ് കൊടുത്താൽ എന്തോരം വേണമെങ്കിലും ഫോണ്ടുണ്ട്, നമുക്ക് അത് ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ്. അപ്പം ഞാൻ ഓരോ ഫോണ്ടും കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഫോണ്ട് കണ്ട അപ്പോഴേക്കും അതിന് ഒരു ചേഞ്ചിങ് വരും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമ്മൾ കൊടുത്തെങ്കിൽ കണ്ടോ വർക്ക് ഫ്രം ഹോം അങ്ങനെ മാറി. ഇതാ അതിൻ്റെ മുകളിലത്തെ ഫോണ്ട് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ വരും, അടുത്ത ഫോണ്ട് ഇങ്ങനെ കൊടുത്തിട്ടാ ഇങ്ങനെ ഓരോ ഫോണ്ടുകളും നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യുന്നു കണ്ടോ. ഇങ്ങനെ ഡെക്കോ എന്ന് പറഞ്ഞു കൊടുത്തു, പിന്നെ ഇതാ ഇവിടെ എന്താ പറയുക അഡ്വൽ നോട്ട് പാഡ് എന്ന് പറഞ്ഞു കൊടുത്ത്, അപ്പം അതൊന്ന് മാറി. പിന്നെ അതിൻ്റെ താഴെ ഉള്ളത് കണ്ടോ, ഈ ടിക്ക് ശരി വീഴുന്ന താൻ ഫോണ്ടുകൾ കൊടുക്കുന്നുണ്ടോ, ഓരോ ശരി വീഴുന്നതാണ് ഓരോ ഫോണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഉണ്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഫോണ്ട്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം കേട്ടോ. എന്തോരം വേണമെങ്കിലും ഫോണ്ടുകളിലേക്ക് നമുക്ക് പോവാം. അതാണ് ഇത്. പിന്നെ ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫോൺസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഫോണ്ട് നല്ല ഭംഗിയുള്ള ഫോണ്ടുകളൊക്കെ നമുക്ക് കൊടുക്കാം എന്നതാണ്. ഇനി നമുക്ക് ഏകദേശം ഫോണ്ടിനെ കുറിച്ച് മനസ്സിലായല്ലേ. ഇനി അപ്പോൾ അടുത്തത് ടെക്സ്റ്റ് സ്റ്റൈല്. ഇപ്പം നമ്മൾ ഈ ഹെഡിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി വേണമെങ്കിൽ അതിന് ചെറിയ ബോഡി ആവാം, ഹെഡ്ലൈൻ ആവാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ള സബ് ഹെഡ്ലൈൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹെഡ്ലൈൻ ആകുമ്പം നമ്മൾ ഓൾറെഡി അത് വലിയൊരു ഹെഡ്ലൈനായിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഇനി നമുക്കത് സബ് ഹെഡ്ലൈൻ ആണെങ്കിൽ ഇങ്ങനെ വരും, ഇനി ബോഡി ആണെങ്കിൽ അത് കുറഞ്ഞു വരും. അപ്പം ഈ 3 ലെയറിലാണ് നമ്മളെപ്പോഴും പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഹെഡ്ലൈൻ ഉണ്ടാവും, ഒരു സബ് ഹെഡ്ലൈൻ ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും. ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു ടെക്സ്റ്റ് എടുത്ത് കൊടുത്തതാണത്. അപ്പം ഈ ഒരു ലെവലിലാണ് ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ട് സൈസ്, അതായത് നമ്മൾ കൊടുക്കുന്ന ലെറ്ററിന് എന്തുമാത്രം ഫോണ്ട് വേണം എന്നുള്ളത് ഫോണ്ട് സൈസ് കൊടുക്കാം. അത് വേണമെങ്കിൽ നമുക്കിത് കണ്ട് ഇതേ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ ആ ഫോണ്ട് വരും. ചെറുത് 5 വന്ന് 10, 20, 20, 30, 40 ഇങ്ങനെ നമുക്ക് 100, 144 വരെ ഫോണ്ട് സൈസ് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വലുതും ചെറുതുമാക്കാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ കളേഴ്സാണ്. കളറിലും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലേയേഴ്സ് കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം, വൈറ്റ് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഫോണ്ടുകൾക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ്ടോ. നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ഉണ്ട്. പിന്നെ കളർ കോഡുകളുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ നമുക്കതിന് ഉപയോഗപ്പെടുത്താം എന്നതാണ്. ഇനി അങ്ങോട്ട് പോയിട്ട് ഇതിന് ഫോർമാറ്റ് കൊടുക്കാം കണ്ടോ. നമുക്ക് ചെരിഞ്ഞ് വേണമെങ്കിൽ ചെരിഞ്ഞ് കൊടുക്കാം, ചെരിച്ച് വേണമെങ്കിൽ ചെരിച്ച് കൊടുക്കാം, സെൻട്രൽ വര വേണമെങ്കിൽ കൊടുക്കാം, അതിൻ്റെ അടുത്ത് നടുക്കൂടെ വര വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കതിന് ഈ ഫോർമാറ്റിൽ കൊടുക്കാം. ഇനി സെൻട്രലിൽ, സൈഡിൽ, സെൻട്രലിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അതിനെ മാറ്റുകയും ചെയ്യാം എന്നതുണ്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി എഫക്റ്റ് കൊടുക്കാം. എഫക്റ്റിൽ നമുക്ക് വേണ്ടത് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇത് വേണ്ടെങ്കിൽ നമുക്ക് തിരികെ വന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് എഫക്റ്റ് വേണേലും കൊടുക്കട്ടോ. അത് ഏത് കളറിൽ വേണേലും നമുക്ക് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ ഷേപ്സുകളും ഉണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കട്ടോ. ഷേപ്സൊക്കെ മാറ്റി കെർവിലും അങ്ങനെയൊക്കെയുള്ള ഇത് 2 ഷേപ്സാണ്, കെർവിലുള്ളതും പിന്നെ എന്താണ് സാധാരണ നോർമലുള്ളതും. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 2 ഷേപ്സുകൾ കിട്ടുന്നത്. പിന്നെ നമുക്ക് അതിന് ആനിമേഷൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഉണ്ടോ ഈ ഒരു ലെവലിൽ നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഉണ്ടോ നമുക്ക് ഏത് ഇതിലെടുത്ത് നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ നമുക്ക് ആ ലെറ്റേഴ്സിന് ഏത് ലെവലിൽ വേണേലും നമുക്ക് കൊണ്ടുപോകാം എന്നാണ്. ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ലാപ്ടോപ്പിലല്ല, നമ്മുടെ ഫോണിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻസി ഇനി അതിനെ കുറച്ചും കൂട്ടിയൊക്കെ കൊണ്ടുവരാം. നമുക്ക് തീരെ കൊണ്ട് 0യിലേക്ക് ഇട്ട് അത് കാണില്ല. അത് 100%ലേക്ക് വരുമ്പോഴാണ് അതിനെ ഭംഗിയായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുക. ഇനി നമുക്ക് ലെയേഴ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ അതിന് ലെയറുകളായിട്ട് വേണമെങ്കിൽ ഈ ഒരു ലെയറിൽ കൊടുക്കാം. ഈ നമ്മളുടെ എന്താ പറയുക ഇതിനെ നമുക്ക് ലെയേഴ്സിൽ കൊടുക്കാം, ഇവിടെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ലെയറുകളായിട്ടുള്ള ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഓവർലാപ്പിങ് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലെയേഴ്സിൽ നമുക്കുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ പൊസിഷനിൽ കറക്റ്റാകാം. അതിൻ്റെ ബാക്ക്വേഡ്
ടു ബാക്കും പിന്നെ ഫ്രണ്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൊടുക്കാം. അഡ്വാൻസ്ഡ് കൊടുക്കുക, അറേഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉപയോഗപ്പെടുത്താം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫോണ്ടിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം എന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഫോണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ഫോണ്ടുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് കണ്ട് ഇത് സബ് ടൈറ്റിലാണ് കിടക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യാം, അതിനെ ടെക്സ്റ്റൈലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഹെഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ ഹെഡിങ്ങിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി അതിൻ്റെ താഴെയുള്ള സേവ് പ്രൊട്ടക്റ്റീവ് ഈവൻ അറ്റ് ഹോം എന്നുള്ളത് സ്റ്റേ പ്രൊഡക്റ്റീവ് ഈവൻ അറ്റ് ഹോം എന്നുള്ളത് നമ്മുടെ സബ് ഹെഡിങ് ആയിട്ടാണ് നമ്മൾ അതിനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സബ് ഹെഡിങ് ആയിട്ട് പോകുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബോഡി ആയിട്ട് അതിനെ നമുക്ക് സബ് ഹെഡിങ് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ബോഡി ആയിട്ട് ഇപ്പം നമ്മൾ ഉണ്ടോ ഇവിടെ ഒരു മെയിൽ കൊടുത്തേക്കുന്നുണ്ടോ, ആ മെയിൽ ഐ ഡി അതിൻ്റെ ബോഡി ആയിട്ടാണ് വരുന്നത്. അപ്പം എന്താ പറയുക, അപ്പോൾ ചെറിയ ലെറ്റേഴ്സിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റേഴ്സിൻ്റെ ചേഞ്ചിങ്സ് വരുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം എന്നാണ്. അപ്പം നമുക്കിവിടെ നമ്മൾ ആ ഫോണ്ടിൻ്റെ ഇതിൽ പോയിട്ട് നമ്മൾ ആ വര കൊടുത്തുകൊണ്ടാണ് കേട്ടോ അവിടെ അങ്ങനെ ഒരു വര വന്നേക്കുന്നത്. അപ്പം നമ്മൾ സാധാ ലെവലിലേക്ക് പോവുകയാണ്. ഇതിനെ നമ്മൾ ഓഫ് ചെയ്യുന്നു ഉണ്ടോ, ഇത് ക്ലിക്ക് ചെയ്തത് അതിന് ഓഫ് ചെയ്തല്ലത് അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ബോൾഡിലെടുത്ത് അതിനെ ചേരിച്ചിട്ടുള്ളത് കൊടുത്തു. ഇത് രണ്ടുമാണ്. ബിയും അതേപോലെ തന്നെ ഒരൈ ചെരിഞ്ഞ് നിൽക്കുന്നില്ലേ, അതാണ് ഇപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ സബ് ടൈറ്റിലിന് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അത് ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ അതിൻ്റെ അടുത്ത ഷേപ്പ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പം ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട് കേട്ടോ, എലമെൻസിലുണ്ട്. ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത് നമ്മളിതെല്ലാം കണ്ടോ. ടെക്സ്റ്റിൽ ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതുണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കേവ് മുതൽ എല്ലാ സംഭവങ്ങളും ടെക്സ്റ്റിൻ്റെ അകത്തുണ്ട്. നെറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ട് കേട്ടോ എല്ലാം ഒന്നും ഓപ്പണായി വരാത്തത്. എല്ലാം ഓപ്പണായി വരുന്നുണ്ട്. ഇതുണ്ടോ, അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുഴുവനും ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, അനന്തമായ ലെറ്റേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് തീർന്നു പോവില്ല. ഏത് സൈസിൽ ഏത് മോഡലിലും കൊടുക്കാനുള്ള ടെക്സ്റ്റ് ബോക്സുകൾ, അതായത് ഏത് ടെക്സ്റ്റ് ബോക്സാണ് നിങ്ങൾക്ക് വേണ്ട അത് മുഴുവനും നമ്മുടെ ടി എന്ന ടെക്സ്റ്റിലുണ്ട് എന്നാണ്. ഇനി എലമെൻസും ഗാലറിയും ബ്രാൻഡഡൊക്കെ ഞാൻ പുറകെ തന്നെ പറയാം. അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ്, ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഈ ഒരു ലെസണിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു ലെവലിൽ നമുക്ക് ക്യാൻവ ചെയ്യാം. അപ്പം ഏകദേശം എല്ലാവർക്കും ടെക്സ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി കാണും അല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്കത് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ വെക്കാം. നമുക്ക് ഇതിനെ വേണേൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഇതുപോലെയൊക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കാം കേട്ടോ. എന്നുവെച്ചാൽ ഇതിൽ ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യും, കൊടുത്തുകൊണ്ട് വർക്ക് ഫ്രം ഹോം എന്ന് കൊടുക്കാം. വർക്ക് ഫ്രം ഹോം ഉണ്ടോ, ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ഫോണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്സിലേക്കും നമ്മുടെ ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാൻവ എന്ന അനന്ത സാധ്യത നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താം. നമുക്ക് സമയമെടുത്ത് പതിയെ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഒറ്റ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു പോസ്റ്റർ എങ്ങനെയാണ് കൃത്യമായി തയ്യാറാക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.